ജിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലോക്ക് എങ്ങനെ നമുക്ക് കേടായ ഒരു ക്ലോക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാന്നുള്ള വീഡിയോയാണ്. അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായാലും കുട്ടികൾക്കായാലും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും, തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ നമ്മുടെ സമയം കുറെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇത് ലാഭിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറും ക്ലോക്ക് മൂവ്മെന്റ് റിമൂവിംഗ് ടൂളും ആണ്. ഇത് എല്ലാ കടകളിലും, അതായത് വാച്ച് സ്പെയർ പാർട്സ് കിട്ടുന്ന എല്ലാ കടകളിലും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിന്റെ വില വരുന്നത് 100 രൂപയാണ്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാ ക്ലോക്കുകളും നമുക്ക് ഇത് വെച്ച്, അതായത് ഈ ക്ലോക്കിന്റെ മെഷീൻ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഒരു ക്ലോക്കിന് എപ്പോഴും 3 കംപ്ലൈന്റ് ആയിരിക്കും ഇത് ഓടാതിരിക്കണമെങ്കിൽ ഉണ്ടാവുക. അതായത് ഒന്നാമത്തെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഫുൾ ഡെഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഫാസ്റ്റിൽ ഓടും, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് ഓടും, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം ഓടും, അല്ലെങ്കിൽ ഓടാതിരിക്കും. പണ്ട് കാലത്തൊക്കെ ഈ മെഷീൻ നമ്മൾ അഴിച്ച് റിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ മെഷീൻ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ക്ലോക്ക് കേടായി കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ബാറ്ററി മാറി നോക്കും. ബാറ്ററി മാറി നോക്കിയിട്ടും ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, അതായത് മെഷീൻ ഊരി നോക്കും. അപ്പൊ ഈ മെഷീൻ എങ്ങനെയാണ് ഊരുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ക്ലോക്കിന്റെ മെഷീൻ ഊരണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഈ ക്ലോക്കിന്റെ ഫ്രെയിം ഊരണം. അപ്പോൾ ചിലര് ഊരുമ്പോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മുറുക്കെ ഇങ്ങനെ ഇത് ഊരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചില്ല് പൊട്ടിപ്പോവും. അപ്പൊ ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഈ സെയിം തന്നെ, ചിലവരുടെ ക്ലോക്ക് റൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഓവൽ ആയിരിക്കാം, പല ഷേപ്പുകളിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ചില്ല് കിട്ടാനായിട്ട് പാടാണ്. അപ്പൊ നമ്മള് ഈ ക്ലോക്ക് ഇത് ഫ്രെയിം ഊരാൻ വേണ്ടിയിട്ട് ഇത് പതുക്കെ കമിഴ്ത്തി വെച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിന്റെ സ്ക്രൂ ആദ്യം ഊരിയെടുക്കണം. അപ്പൊ സ്ക്രൂ എല്ലാം ഊരി ഇതാ സൂക്ഷിച്ച് നമ്മൾ എടുത്തു വെക്കണം. ഇനി ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ മുകളിലേക്ക് പൊക്കിയെടുക്കുക. പൊക്കി നമ്മൾ ഇത് മാറ്റി വെക്കുക. അതിനുശേഷം പതുക്കെ ഈ ചില്ല് പൊട്ടാതെ എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ സൂചികൾ ഊരിയെടുക്കാം. അതായത് പതുക്കെ കേടു പറ്റാത്ത രീതിയിൽ ഇത് എടുത്തു മാറ്റാം. അപ്പൊ നമ്മൾ സൂചികൾ മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ടൂളിനെ കുറിച്ച് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഈ ടൂൾസിന്റെ ഉപയോഗം ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആന്റി ക്ലോക്ക് വൈസിൽ പതുക്കെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ഒരു സ്ക്രൂ ഊരുന്നത് പോലെ തന്നെ, ആരും ടെൻഷൻ അടിക്കേണ്ട. അതായത് ഈ ഡയൽസ് ഒന്നും സ്ക്രാച്ച് വീഴാതെ പതുക്കെ ആന്റി ക്ലോക്ക് വൈസിൽ ഊരിയെടുക്കണം. ടൂൾ ഉപയോഗിച്ച് പതുക്കെ നമ്മളൊന്ന് ലൂസ് ചെയ്തിട്ട് പിന്നീട് കൈ കൊണ്ട് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഈ മെഷീൻ പതുക്കെ ഒന്ന് താഴേന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് അപ്പൊ നമ്മുടെ ക്ലോക്ക് മൂവ്മെന്റ്. ഇത് ത്രെഡ് ഉള്ളതുകൊണ്ട് ത്രെഡ് ഇല്ലാത്തതുണ്ട്. നമുക്ക് ഈ ക്ലോക്കിന് വേണ്ടത് ത്രെഡ് ഉള്ളതാണ്. അതായത് ഇതാണ് ഉദ്ദേശിച്ചത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വിത്ത് ഗ്യാരണ്ടിയോടൊപ്പം കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനി എന്ന് പറയുന്നത് സോണോ അജന്തയുമാണ്. 100 രൂപ മുതൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 100 രൂപ താഴെ നമുക്കിത് ഓൺലൈനിൽ ലഭ്യമാണ്. അപ്പൊ ഞാൻ വേറെ മെഷീൻ എടുത്തു. അതിലേക്ക് നമ്മൾ എങ്ങനെയാണോ പഴയത് ഊരി മാറ്റിയത് അതുപോലെ തന്നെ പതുക്കെ എടുത്ത് വെച്ചിട്ട് പരസ്പരം, അതായത് ഈ സൂചികൾ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ നമ്മൾ അതുപോലെ തന്നെ എടുത്തു വെക്കുക. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ഒരു ചെറിയ ഡെമോ നിങ്ങളെ ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇതങ്ങനെ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാറ്ററി ഇരുന്ന് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ഈ സൈഡാണോ ഈ സൈഡാണോ എന്നൊക്കെ. അപ്പൊ 6 എന്ന മണിയുടെ, അതായത് ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം നമുക്ക് ഈ ബാറ്ററിയുടെ പൊസിഷൻ വെക്കാനായിട്ട്. ഇനി അത് മറന്നു പോവുകയാണെങ്കിൽ നമ്മളത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ പുറകേല് ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നെട്ടിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ ഊരിയെടുത്ത പോലെ തന്നെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്നും സ്ക്രാച്ച് ഒന്നും ആവാതെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യരുത്, കാരണം ഈ മെഷീൻ കംപ്ലൈന്റ് ആയി പോകും. ഇതിനകത്ത് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും അവറിലേക്ക് നമ്മളിത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ വെക്കാൻ പോകുന്നത് 12 മണിയുടെ ഇതിലേക്കാണ് 3 സൂചികളും വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡയലിൽ മുട്ടാനോ അല്ലെങ്കിൽ ഈ ത്രെഡിൽ മുട്ടാനോ പാടില്ല. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ്, ഇത് കറക്റ്റ് തിരിച്ച്, അതായത് നമ്മുടെ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കറക്റ്റ് മണിക്കൂറിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം മിനിറ്റ് സൂചിയും വെച്ചു കൊടുക്കുക. അതായത് ഡയലിൽ മുട്ടാനോ ത്രെഡ് മുട്ടാനോ ആദ്യം വെച്ച് നമ്മുടെ മണിക്കൂറിന്റെ സൂചിക്കകത്ത് മുട്ടാനോ പാടില്ല. അത് കറക്റ്റ് അതുപോലെ തന്നെ അവറിനകത്ത് തന്നെ വെക്കുക. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ സെക്കൻഡ് സൂചിയുടെ വെച്ചു കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് കറക്കി നോക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മിനിറ്റ് സൂചിയും ഈ സെക്കൻഡ് സൂചിയും തമ്മിൽ പരസ്പരം മുട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇത് നമ്മുടെ ഏകദേശം പരിപാടി തീർന്നു. ഈ ഗ്ലാസ് വെച്ച് അടയ്ക്കുമ്പോൾ ഈ ഗ്ലാസും ഈ സെക്കൻഡ് സൂചിയായിട്ട് മുട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു സ്കെയിൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരു സ്കെയിൽ വെച്ച് നോക്കിയതിന് ശേഷം ഇത് ആ ഗാഡിയിൽ മുട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ ബാറ്ററി ഇട്ടു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗ്ലാസ് മുകളിലേക്ക് വെച്ച് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫ്രെയിം, ഇതിന്റെ ഇടയിൽ ഈ ഗ്ലാസ്സിൽ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഫ്രെയിമും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഹോളുകള്, നമ്മുടെ ഫ്രെയിമിനകത്തുള്ള ഈ 4 ഹോളുകള് നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്ത് അടച്ച് പതുക്കെ ചില്ല് മാറാതെ പതുക്കെ എടുത്ത് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ സ്ക്രൂ എടുത്ത് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്ലോക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ഞാൻ ഇനിയും ഇടുന്നതാണ്. താങ്ക് യു.